നാട്ടിലില്ല, വീട്ടിലില്ല, റോട്ടിലുമില്ല. അച്ഛനോടൊപ്പം വയലിലില്ല, അമ്മയോടൊപ്പം ആശുപത്രിയിലില്ല, മരണവീടിൻ്റെ മഹാമൗനത്തിലില്ല, കല്യാണ വീടിൻ്റെ മഹനീയ സാന്നിധ്യത്തിലില്ല, പാർട്ടിയിലില്ല, ജാഥയിലില്ല, പ്രത്യയശാസ്ത്രത്തിലില്ല, വായനശാലയുടെ പരിസരത്ത് പൊടി പോലുമില്ല. പ്രിയപ്പെട്ട യുവാവേ, നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? നിന്നെ കാണാൻ കൊതിയാവുന്നു. സത്യമായും ഐ മിസ് യുഡ. സോമൻ കടലൂർ. റിസാല അപ്ഡേറ്റ്. നമ്മുടെ മക്കൾ, ഭാഗം 4. വയലൻസ് വൈബിലാണോ കേരളം? സാമൂഹികതയിൽ നിന്നും അകന്നുപോയ യുവത അവനവൻ തുരുത്തുകളാവുകയും ഈ തുരുത്തുകൾ ലഹരിയുടെ വിഷതുരുത്തുകളായി പരിണമിക്കുകയും ചെയ്യുന്ന ദുര്യോഗത്തിനാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വർത്തമാന കാല കേരളത്തിൽ പൊതു ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള പൊതു ഇടങ്ങളിൽ യുവതയെ കാണാനുമില്ല. ഇതിന് സാമൂഹികമായും രാഷ്ട്രീയമായും നിരവധി കാരണങ്ങളുണ്ട്. അവ കണ്ടെത്തി പരിഹരിക്കേണ്ടതുണ്ട്. 1970 അമേരിക്കൻ ശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ ബ്രൂസ് എലികളിൽ നടത്തിയ ശ്രദ്ധേയമായ ഒരു പഠനമുണ്ട്. ഒരു കൂട്ടിൽ ഒരു എലിയെ അടച്ച് അതിനു മുന്നിൽ വെള്ളം നിറച്ച പാത്രവും മറ്റൊരു പാത്രത്തിൽ മോർഫിൻ നിറച്ച വെള്ളവും വെച്ചു. 2 പാത്രത്തിൽ നിന്നും വെള്ളം കുടിച്ച എലി പിന്നീട് മോർഫിൻ വെള്ളം മാത്രമാണ് കുടിച്ചത്. എലി കൂടിനുള്ളിൽ മരിക്കുകയും ചെയ്യുന്നു. പിന്നീട് അലക്സാണ്ടർ ബ്രൂസ് റാറ്റ് പാർക്ക് എന്നൊരാശയം കൊണ്ടുവരുന്നു. ഒരു കൂട്ടം എലികളെ ഒരുമിപ്പിച്ച് പാർപ്പിച്ചിട്ട് അവർക്ക് മുന്നിൽ ഇതേ പരീക്ഷണം ആവർത്തിക്കുന്നു. എലികൾ ഇരുപാത്രങ്ങളിലെയും വെള്ളം കുടിക്കുന്നു. എന്നാൽ പിന്നീട് അവർ മോർഫിൻ കലർന്ന വെള്ളം ഉപയോഗിക്കുന്നില്ല. അവർ വിവിധ തരം കളികളിൽ വ്യാപൃതമാകുന്നു. മനുഷ്യന്റെയും എലികളുടെയും ജീവിത വ്യവസ്ഥകളും മനോഘടനയും ഒന്നാണെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. യുവതയെ പൊതു ഇടങ്ങളിലേക്കും സാമൂഹിക ജീവിതത്തിലേക്കും മടക്കിക്കൊണ്ടുവരിക എന്നതിൽ നിന്ന് മാത്രമാണ് ലഹരിക്കെതിരെയുള്ള യഥാർത്ഥ പ്രതിരോധം പിറവികൊള്ളൂ. അടിച്ചു പൊളിക്കാൻ വളരെ പഴഞ്ചനാണെങ്കിലും ഇന്നും പ്രസക്തമായൊരു വിശദീകരണമാണ് പണത്തോടുള്ള അമിതമോഹം. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നിടത്ത് തുടങ്ങുന്നു ഇതിലെ കുഴപ്പം. അവർക്കും ഇവർക്കും ഒപ്പമാകാനാണോ മോഹം? ഞാനായിരിക്കുന്നതിലല്ല എൻ്റെ സന്തോഷം. അവനോ അവളോ പോലെ ആകണം. അതിനായി വരുമാനത്തിന് നിരക്കാത്ത വിടുപണിയുടെ വലിയ കടത്തിലാകുന്നു. താങ്ങാവുന്നതിലും വലിയ വാഹനം വാങ്ങി വിഷമിക്കുന്നു. യുവാക്കളും ഇതേ വഴി പിന്തുടരുന്നു. തങ്ങൾക്കോ മാതാപിതാക്കൾക്കോ വഹിക്കാനാവാത്ത ആഡംബരങ്ങൾക്കും ആർഭാടങ്ങൾക്കും പിന്നാലെ പായുന്നു. അത് കടക്കണിയിലേക്ക് നയിക്കുന്നു. താങ്ങാനാവാത്ത ഫീസും ചെലവുകളുമുള്ള വിദ്യാഭ്യാസത്തിന് പോകുമ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. മറ്റുള്ളവർക്കൊപ്പം ആണെന്ന് കാണിക്കാൻ നടത്തുന്ന ആർഭാട വിവാഹങ്ങളും അപകടത്തിലേക്കാണ് നയിക്കുന്നത്. കുറ്റവാളികളെ വിശകലനം ചെയ്യാൻ ഒരു കാര്യം മനസ്സിലാകും. കുറ്റവാളികളെ വിശകലനം ചെയ്താൽ ഒരു കാര്യം മനസ്സിലാകും. അവരുടെ പ്രധാന ലക്ഷ്യം പണമാണ്. ചിലർക്ക് അടിച്ചു പൊളിക്കാൻ പണം വേണം. വേറെ ചിലർക്ക് കൂട്ടുകാരോടൊപ്പം ചെലവ് ചെയ്യാൻ പണം വേണം. മറ്റു ചിലർക്ക് സമൂഹത്തിൽ മോശക്കാരൻ ആകാതിരിക്കാൻ പണം വേണം. ആഗ്രഹങ്ങളും മോഹങ്ങളും നിറവേറ്റാൻ പണം വേണ്ടവരാണ് എല്ലാവരും. പണം ഏതു വിധേനയും സമ്പാദിക്കുക, അതിൽ തെറ്റില്ല എന്ന് കുറെ പേർ കരുതുന്നു. അവരാണ് അക്രമങ്ങളിലൂടെ സമൂഹത്തെ ബന്ദികളാകുന്നത്. അക്കൂട്ടരുടെ എണ്ണം കൂടുന്നു. അതാണ് ഇപ്പോൾ കാണുന്നത്. അധ്യാപക വിദ്യാർത്ഥി മാനസിക സംഘർഷം. പഠനമേഖലയിൽ പലതരം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ മെത്തഡോളജി രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വൈജ്ഞാനിക തലത്തിലും വലിയ മാറ്റമുണ്ട്.
ഏതു വിഷയവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ഇക്കാലത്തെ വിദ്യാർത്ഥികൾ. സാങ്കേതിക സൗകര്യങ്ങൾ അവരെ അതിന് പ്രാപ്തരാക്കിയിരിക്കുന്നു. പഴയ തലമുറയിലെ ചില അധ്യാപകർ അപ്ഡേഷനിൽ കുട്ടികളുടെ പിറകിൽ ആയിപ്പോകാറുണ്ട്. അത് ആദരവ് നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. അധ്യാപകർ മുകളിൽ, കുട്ടികൾ താഴെ എന്ന മേലാള കീഴാള സമീപനമല്ല പുതിയ കാലം ആവശ്യപ്പെടുന്നത്. ക്ലാസ് മുറികളിൽ ജനാധിപത്യ സ്വഭാവമാണ് നിലനിൽക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ മേൽ കീഴ് ഘടകം നിലനിൽക്കില്ല. കുട്ടികളും അധ്യാപകരും സഹപാഠികളെപ്പോലെ ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന വൈജ്ഞാനിക തലത്തിൽ നിന്ന് സംസാരിക്കുകയും അറിവ് നിർമ്മാണ പ്രക്രിയയിൽ ഒന്നിച്ച് പങ്കെടുക്കുകയും ചെയ്യുന്ന, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന, സഹായിക്കുന്ന, ഗൈഡായി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മാറിയിട്ടുണ്ട്. എന്നാൽ ചിലയിടത്ത് ഇപ്പോഴും ക്ലാസ് മുറികളിൽ അധ്യാപകർ തന്നെ പവർഫുള്ളായി അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനായി നിൽക്കാനും കുട്ടികളെ അനുസരിപ്പിച്ച് നിർത്താനും ആഗ്രഹിക്കുകയാണ്. അത് പലപ്പോഴും അധ്യാപക വിദ്യാർത്ഥി മാനസിക സംഘർഷത്തിന് കാരണമാകുന്നു. കാരണം പുതിയ കുട്ടികൾക്ക് ആധിപത്യ മനോഭാവം അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് ഉൾക്കൊള്ളാൻ സംസ്കാരം കുട്ടികളെക്കാൾ കാണിക്കേണ്ടത് അധ്യാപകർ. വൈകാരിക ക്ഷോഭമുണ്ടാക്കുന്ന പ്രായമാണ് കൗമാരം. ആ സമയത്ത് മുതിർന്നവർ പ്രകോപന പ്രതികരണത്തിലേക്ക് കുട്ടികളെ എത്തിക്കാതെ വളരെ തന്ത്രപരമായി കൈകാര്യം ചെയ്യണം. വൈകാരിക ത്രസിപ്പുകളെ നിയന്ത്രിക്കേണ്ട ആളുകൾ തന്നെ വികാരത്തിന് അടിമപ്പെടുകയും കുട്ടികളോട് അതേ ഭാഷയിലും അതേ രീതിയിലും ആവേശത്തിലും പ്രതികരിക്കുകയും ചെയ്യുന്നത് ക്ലാസ് മുറികൾ സംഘർഷഭരിതമാക്കും. കുട്ടികളെ ന്യായീകരിക്കുകയല്ല, കുട്ടികളുടെ ദൗർബല്യങ്ങളെ, പ്രായത്തിൻ്റെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് മുതിർന്നവരായ അധ്യാപകർ ക്ലാസ് മുറിയെയും സ്കൂളിനെയും മാനേജ് ചെയ്യേണ്ടതുണ്ട്. പ്രവാസം കേരളീയ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായ പ്രവാസികൾ സമ്മാനിച്ച ശീതളിമകളും സൗകര്യങ്ങളും അവികസിതമായ കേരളീയ ഗ്രാമങ്ങളെ നഗരവൽക്കരിക്കുകയും മലയാളിയുടെ ജീവിത നിലവാരം ഉന്നത ശ്രേണിയിൽ എത്തിക്കുകയും ചെയ്തു. മരുഭൂവിൽ പ്രവാസികൾ കൊണ്ട വെയിലുകൾ, ഇവിടെ തീർത്ത സുഖകാമനകൾ പുതുതലമുറയെ ഭ്രാന്തമായ ഉപഭോഗാസക്തികളിലേക്ക് നയിച്ചു. തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിവർത്തിച്ച് അവക്ക് മേലെ കുമിഞ്ഞുകൂടുന്ന പണം നവ തലമുറയിൽ മായിക സുഖങ്ങൾക്കായുള്ള ത്വര സൃഷ്ടിച്ചു. വിയർപ്പിൻ്റെ ഉപ്പുരുചി അറിയാതെ കിട്ടുന്ന ധനം അവരെ എത്തിച്ചത് ലഹരിയുടെ വിഭ്രാത്മകതകളിലാണ്. തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് ഈ മാരക രോഗത്തിൻ്റെ ഉറവിടങ്ങളെ ഉച്ചാടനം ചെയ്യാൻ കഴിയില്ല. ഗൾഫ് നാടുകളിൽ ജീവിക്കുന്ന മലയാളി കുടുംബങ്ങളിലെ കുട്ടികൾ രാസലഹരിക്ക് അടിമകളായി നാട്ടിൽ ചികിത്സയ്ക്കെത്തുന്ന വിവരങ്ങൾ അടുത്തിടെ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നേരിട്ട് തന്നെ അറിയാവുന്ന കേസുകളുണ്ട്. ചെറുപ്പം മുതൽ അവിടെ വളർന്ന യുവാക്കളും ഇതിൽ ഉൾപ്പെടുന്നു. അവിടെ ഗ്രേഡ് ക്ലാസുകൾക്ക് ഗൗരവം കൂടുതൽ ആയതിനാൽ ശ്രദ്ധയിൽപ്പെട്ടാൽ പിടിക്കപ്പെടാൻ അവസരം നൽകാതെ നാട്ടിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് രക്ഷിതാക്കൾ കൂടിയുള്ള കുട്ടികൾക്കിടയിലും ലഹരി വ്യാപനം നടക്കുന്നു എന്നാണ്. ഗൾഫ് പ്രവാസത്തിൻ്റെ പ്രതാപകാലമായിരുന്നു 80കളിലും 90കളിലും. പ്രവാസികളുടെ മക്കളുടെ സ്വതന്ത്ര ജീവിതം വലിയ ചർച്ചയായിരുന്നു. ആവശ്യത്തിന് പണം അയച്ചു കിട്ടുന്ന കുട്ടികൾ വഴിതെറ്റുന്നു എന്നായിരുന്നു ആശങ്കകൾ. നാട്ടിൽ ബോർഡിംഗ് സ്കൂളുകൾ ഇടം വെച്ച കാലമാണത്. പിന്നീട് ഈ പ്രശ്നം പ്രവാസി കുടുംബങ്ങൾ മറികടക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ സാധ്യതകൾ വർദ്ധിച്ചതോടെ റിമോട്ട് പാരന്റിംഗ് കുറെ കൂടി ബോധവാന്മാരാവാൻ ആയതും പ്രവാസി കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ മക്കളെ നയിക്കുന്നതിൽ പ്രാപ്തി കൈവന്നതുമാണ് മുഖ്യ കാരണം. 90കളിലെയും 2000ലെയും ചെറുപ്പക്കാരുടെയും അടിച്ചുപൊളി മുൻഗണനകൾ മാറുകയും ചെയ്തു. യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഉണ്ടായ ഒരു മാറ്റമാണത്. വിദ്യാഭ്യാസത്തിനും കരിയർ ഓറിയന്റഡ് ആയ പരിശീലനങ്ങൾക്കും ചെറുപ്പക്കാർ കൂടുതൽ ശ്രദ്ധ തിരിച്ചു. കേരളത്തിൽ
എഞ്ചിനീയറിംഗ് കോളേജുകൾ തഴച്ചു വളരുകയും ബിടെക്കുകാർ പെരുകുകയും ചെയ്ത കാലം. പക്ഷേ സാമൂഹികാവസ്ഥകൾ തുടർച്ചയായി മാറി വരുമ്പോൾ ആൺകുട്ടികൾ പൊതുവെ പഠനത്തിൽ നിന്ന് പിന്മാറി അതിവേഗം പണമുണ്ടാക്കാവുന്ന മാർഗങ്ങളിലേക്ക് തിരിയുന്നതാണ് കണ്ടത്. മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാവുകയും കേരളത്തിൽ ഹയർ സെക്കൻഡറി വയലൻസ് കമ്മ്യൂണിറ്റി രൂപപ്പെടുകയും ചെയ്തത് ഇക്കാലത്താണ്. തീർച്ചയായും ഈ വിഭാഗത്തിൽ പ്രവാസികളുടെ മക്കളും ഉണ്ടാകും. വീട്ടിൽ നിന്ന് കുറച്ചുകൂടി സ്വാതന്ത്ര്യവും പണലഭ്യതയും അവർക്കുണ്ടാകും. എന്നാൽ നാട്ടിൽ രക്ഷിതാക്കൾക്കൊപ്പം ജീവിക്കുന്ന കുട്ടികളെ അപേക്ഷിച്ച് ലഹരി ആവേശിക്കുന്നവരിൽ പ്രവാസികളുടെ കുട്ടികൾ അനുപാതത്തിൽ കൂടുതൽ ഉണ്ടോ എന്നതിന് നമ്മുടെ മുന്നിൽ കണക്കുകളില്ല. അതേസമയം അതീവ ജാഗ്രത പുലർത്തേണ്ട വിഭാഗമാണ് പ്രവാസികൾ. മക്കളുടെ മേൽ ഇരട്ട ശ്രദ്ധ വേണം. തൊട്ടു മുമ്പുള്ള കാലം പെൺകുട്ടികളുടെ പ്രണയവും ഒളിച്ചോട്ടവുമായിരുന്നു പ്രവാസികളുടെ ആശങ്ക. ഇപ്പോഴത് ഡ്രഗായി മാറിയിട്ടുണ്ട്. മക്കളുടെ സുരക്ഷിതത്വം പ്രതി പ്രവാസികൾ അസ്വസ്ഥരാണ്. നാട്ടിലെ സിസ്റ്റത്തോട് തന്നെ വിയോജിപ്പ് കലഹവും കൂട്ടുന്നവരാണ് അവർ. യുവാക്കളെ കൂടുതൽ കാലം നാട്ടിൽ നിർത്താതെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന പ്രവണത ഈ അടുത്ത് വർദ്ധിച്ചിട്ടുണ്ട്. സൗകര്യമുള്ളവർ ഉപരിപഠനം ഗൾഫിൽ നടത്താനും സന്നദ്ധമാകുന്നു. പഠനത്തിൽ കേന്ദ്രീകരിച്ച തലമുറയാണ് ഇപ്പോൾ ജസ്റ്റ് ഡിഗ്രി എടുത്ത് വിമാനം കയറുന്നത്. കുട്ടികൾ നാട്ടിൽ നിന്നാൽ ശരിയാകില്ല എന്നാണ് ശരാശരി പ്രവാസികളുടെ അഭിപ്രായം. തൊഴിലില്ലായ്മ. സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നം തൊഴിലില്ലായ്മയുടേതാണ്. ലക്ഷക്കണക്കിന് അതിഥി തൊഴിലാളികൾ പണിയെടുക്കുന്ന കേരളത്തിൽ വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾക്ക് നല്ല ഔപചാരിക തൊഴിലുകൾ കിട്ടാനില്ല എന്നത് വിരോധാഭാസമല്ല, വസ്തുത തന്നെയാണ്. അതിഥി തൊഴിലാളി ചെയ്യുന്ന പണികളല്ല മലയാളി യുവാക്കൾ തേടുന്നത്. അവരാവശ്യപ്പെടുന്ന തൊഴിലുകൾ കിട്ടാനില്ല. 1970കളിൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികൾ വളരെ അസ്വസ്ഥവും സംഘർഷഭരിതവുമായിരുന്നു. രണ്ടാം ലോക യുദ്ധാനന്തരം നീണ്ടുനിന്ന ഉയർന്ന സാമ്പത്തിക വളർച്ചയും കുറഞ്ഞ തൊഴിലില്ലായ്മയും മാറിത്തുടങ്ങിയത് അപ്പോഴാണ്. യൂണിവേഴ്സിറ്റികളിലെ അശാന്തി നഗരങ്ങളിലേക്കും പടർന്നു. അർബൻ ഗറില്ലകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചെമ്പടകളും മറ്റും അന്നും യൂറോപ്പിലാകെ അശാന്തി പരത്തി. തട്ടിക്കൊണ്ടുപോക്കും വിമാന റാഞ്ചലും ബന്ദികളാക്കലും മറ്റും നിത്യസംഭവങ്ങളായി. 1.5 ദശകത്തിന് ശേഷം തൊഴിലില്ലായ്മ കുറയുകയും സാമ്പത്തിക വളർച്ച തിരിച്ചു കയറുകയും ചെയ്ത ശേഷമാണ് യൂറോപ്പ് ശാന്തമായത്. കേരളവും അങ്ങനെ നല്ല സാമ്പത്തിക വളർച്ചയും കുറഞ്ഞ തൊഴിലില്ലായ്മയും വരുന്ന കാലം വരെ കാത്തിരുന്നാൽ മതിയോ? ആധുനിക വിവര സാങ്കേതിക വിദ്യ എവിടെയിരുന്നും കാര്യങ്ങൾ ചെയ്യാനും പണം സമ്പാദിക്കാനും അവസരമൊരുക്കുന്നുണ്ട്. ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ഇവിടെ സംവിധാനങ്ങൾ ഒരുക്കുക. ഈ മേഖലകളിൽ രാജ്യത്തും പുറത്തുമുള്ള മലയാളികളുടെ സഹകരണം ഇക്കാര്യത്തിൽ തേടണം. അർബൻ ഗറില്ലകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചെമ്പടകളും മറ്റും അന്ന് യൂറോപ്പിലാകെ അശാന്തി പരത്തി. തട്ടിക്കൊണ്ടുപോക്കും വിമാന റാഞ്ചലും ബന്ദികളാക്കലും മറ്റും നിത്യസംഭവങ്ങളായി. 1.5 ദശകത്തിന് ശേഷം തൊഴിലില്ലായ്മ കുറയുകയും സാമ്പത്തിക വളർച്ച തിരിച്ചു കയറുകയും ചെയ്ത ശേഷമാണ് യൂറോപ്പ് ശാന്തമായത്. കേരളവും അങ്ങനെ നല്ല സാമ്പത്തിക വളർച്ചയും കുറഞ്ഞ തൊഴിലില്ലായ്മയും വരുന്ന കാലം വരെ കാത്തിരുന്നാൽ മതിയോ? പോരാ, പലതും ചെയ്യാവുന്നതായുണ്ട്. ഏതാനും ചില കാര്യങ്ങൾ എടുത്തു പറയാം. 1. നമ്മുടെ ചെറിയ നാടിന് പുറത്ത് അവസരങ്ങൾ ധാരാളമുണ്ട്. അവ നേടാൻ ഭാഷാ പരിജ്ഞാനവും വിഷയ നൈപുണ്യവും ആർജിക്കാൻ നമ്മുടെ യുവാക്കൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുക. ഉയർന്ന വിദ്യാഭ്യാസവും മറ്റുമുള്ള പ്രവാസി മലയാളികളുടെ സഹകരണത്തോടെ നല്ല പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങുക. ആളൊഴിയുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളും ജനറൽ കോളേജുകളും ഇതിനായി ഉപയോഗിക്കാം. 2. ആധുനിക വിവര സാങ്കേതിക വിദ്യ എവിടെയിരുന്നും കാര്യങ്ങൾ ചെയ്യാനും പണം സമ്പാദിക്കാനും അവസരമൊരുക്കുന്നുണ്ട്. ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ഇവിടെ സംവിധാനങ്ങൾ ഒരുക്കുക. ഈ മേഖലകളിൽ രാജ്യത്തും പുറത്തുമുള്ള മലയാളികളുടെ സഹകരണം ഇക്കാര്യത്തിൽ തേടണം. 3. കുട്ടികൾക്ക് ശരിയായ മൂല്യബോധം പകരാനും ആ മൂല്യങ്ങളിൽ ഉറച്ചുനിന്ന് ജീവിതം കരുപിടിപ്പിക്കാനുമുള്ള ബോധ്യം വളർത്താനും സംവിധാനം ഉണ്ടാക്കണം.
മതങ്ങൾക്കും സാമുദായിക പ്രസ്ഥാനങ്ങൾക്കും ഇക്കാര്യത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാനാകും. 4. അക്രമം, മയക്കുമരുന്ന്, ലൈംഗിക ചൂഷണം തുടങ്ങിയവയോട് സീറോ ടോളറൻസ് നിലപാടിലേക്ക് സമൂഹം മാറണം. സമൂഹ നേതൃത്വങ്ങൾ പലപ്പോഴും വേണ്ടപ്പെട്ടവരെ രക്ഷിക്കുന്നവരായി മാറുന്നത് ക്രിമിനലുകളെ വളർത്തുന്ന കാര്യമാണ്.